അവൾ അമ്മുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ കുളിക്കുമായിരുന്നു. അമ്മുവേ, അവൾ വീട്ടിൽ ചെന്ന് വിളിച്ചു. എന്തുവാടി ആന അലർന്നത് പോലെ കിടന്ന് അലർന്നത്? ഇവിടെ നിനക്ക് കഴിക്കാനൊന്നുമില്ല. അശ്വിൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മാറി നിൽക്കും മനുഷ്യ അങ്ങോട്ട്. എൻ്റെ കൊച്ചിനെ ഞാനൊന്ന് കാണട്ടെ. മുമ്പിൽ തന്നെ വന്ന് കയറി നിന്നോളും. അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ കുളിക്കുവാടി. വന്നിട്ട് ഞാനും ഇതുവരെ അവളെ കണ്ടില്ല. അമ്മ പറയുന്നത് കേട്ടു അവൾ ഉച്ചയോടെ തിരിച്ചെത്തിയെന്ന്. മീറ്റിംഗ് എന്തോ ക്യാൻസലാക്കിയെന്ന്. അശ്വിൻ അവളെ നോക്കി പറഞ്ഞു. അതെയോ? അത് ഞാൻ അറിഞ്ഞില്ല ചേട്ടാ. ഞാൻ മീറ്റിങ്ങിൻ്റെ വിശേഷം ചോദിക്കാനാ ഓടിപ്പിടിച്ച് വന്നത്. ഹാ, എങ്കിലത് നടന്നില്ല. അപ്പോഴേക്കും അമ്മ കുളിച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നു. എന്താടി, മീറ്റിംഗ് നടന്നില്ലേ? അവളെ നോക്കി ചോദിച്ചു. ഇല്ലടി, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ സാറിനൊരു കോള് വന്നു, ക്യാൻസലാക്കിയെന്ന് പറഞ്ഞു. പിന്നിങ്ങ് പോയിരുന്നു. അവൾ തല തുവർത്തിക്കൊണ്ട് പറഞ്ഞു. ദേ, ഞാൻ നിങ്ങളുടെ ഫേവറേറ്റ് വാഴയ്ക്കപ്പവും പരിപ്പോടെയും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് കഴിക്ക്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അശ്വിൻ പറഞ്ഞതും അവർ ചിരിച്ചു. അശ്വിൻ കുളിക്കാൻ പോയതും അവർ രണ്ടുപേരും മാത്രമായി അവിടെ. മോ, നിന്റെ മുഖത്ത് എന്താടി ഒരു പ്രസരിപ്പൊക്കെ, ഒരു ചുവപ്പ്? അത് പിന്നെ സോന, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അമ്മ സീരിയസ് ആയിട്ട് പറഞ്ഞു. എന്താടി, അർജന്റാണോ? അതേടി, ചായ എടുത്തിട്ട് വാ, നമുക്ക് ആ മരത്തിൻ്റെ ചുവട്ടിൽ പോയിരിക്കാം. അമ്മ പറഞ്ഞതും സോന തലയാട്ടി. എന്തോ സീരിയസ് ആണെന്ന് അവൾക്ക് മനസ്സിലായി. അവർ ചായയും കഴിക്കാനുള്ളതും എടുത്തിട്ട് മരത്തിൻ്റെ അടുത്തേക്ക് നടന്നു. എടി, കാക്ക പണി തരുവോ? സോന മരത്തിൻ്റെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്നുമില്ല, തൽക്കാലം നീ ഇവിടെ ഇരിക്കുക. അർജന്റ് ആയതുകൊണ്ടാ, എനിക്ക് അവിടെ വെച്ച് പറയാൻ പറ്റില്ല. നാളെ പറയാന്ന് വെച്ചാ എനിക്കിന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല. എന്താടി, സാറ് നിന്നെ എന്തെങ്കിലും? സോന അവലാതിയോടെ ചോദിച്ചു. പൊടി, അതൊന്നുമല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെന്താടി? അത് അമ്മ അവളോട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു, കിസിങ് ഉൾപ്പെടെ. എല്ലാം കേട്ട് ഞെട്ടി പണ്ടാരടങ്ങിയിരിക്കുകയാണ് സോന. സോന, എടി, അമ്മ അവളെ തട്ടി വിളിച്ചു. ഹേ എടി, സിദ്ധു സാറ് ആണോ? ലിപ് ലോക്ക്, എൻ്റെ ജെന്റിൽമാൻ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് നീ റിയാക്ട് ചെയ്തോ? റിയാക്ട് ചെയ്യാൻ പോയിട്ട് എൻ്റെ കയ്യും കാലും ഒന്ന് അനങ്ങിയതുപോലും ഇല്ലടി. പിടിച്ചു കെട്ടിയതുപോലെ ഞാനവിടെ ഇരുന്നു പോയി. ഹാ, അത് ഹാങ് ഓവറാ. സോന പറഞ്ഞതും അമ്മ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവൾ ചിരിച്ചു കാണിച്ചു. എന്നിട്ട് സിദ്ധു സാർ എന്തേലും പറഞ്ഞോ നിന്നോട്? എന്നോട് പറയാ, ഞാൻ സാറിൻ്റെ ആണെന്ന്. അതുകൊണ്ട് എനിക്ക് വിഷമവും നാണോ ഒന്നും തോന്നണ്ട എന്ന്. അപ്പോൾ സാറ് രണ്ടും കൽപ്പിച്ചല്ലേ? സോന എന്തോ കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞു. എന്നാലും എടി, എൻ്റെ ഫസ്റ്റ് സ്വപ്നം ഫലിച്ചില്ലേ? എടി, അത് പറഞ്ഞപ്പോഴാ ഞാൻ അവിടെ വെച്ച് മറ്റൊരു സ്വപ്നം കൂടി കണ്ടു. എന്ത് സ്വപ്നം? സോന സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അമ്മു അവൾ കണ്ട സ്വപ്നം പറഞ്ഞു. അപ്പോൾ ഉറപ്പിച്ചോ മോളെ, നിന്റെ കണവൻ ആ സാറ് തന്നെയാ. എടി, പക്ഷെ അതെങ്ങനെ? അപ്പം നിന്റെ ഫസ്റ്റ് സ്വപ്നം നടന്നില്ലേ? അപ്പോൾ ഇനി ബാക്കി സ്വപ്നവും നടന്നോളും, ഉറപ്പാ. സോന എന്തോ കണ്ടുപിടിച്ചതുപോലെ അവളോട് പറഞ്ഞു. അമ്മൂട്ടാ, ദേ ഒരു കോള്. അശ്വിൻ അങ്ങോട്ടേക്ക് വന്ന് അവളുടെ ഫോൺ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആരാ ഏട്ടാ? സിദ്ധു സാർ എന്നാ കാണിക്കുന്നേ. അശ്വിൻ അത് പറഞ്ഞതും ഒരു നിമിഷം അമ്മു ഞെട്ടിപ്പോയി. അവളുടെ കൈയും കാലുമൊക്കെ തളരുന്നത് പോലെ തോന്നി. അവൾ കൈനീട്ടി അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ഓണാക്കി ചെവിയിലേക്ക് വെച്ചു. ഹലോ, അവൾ വിറയലോടെ പറഞ്ഞു. അമ്മു. അവൻ വിളിച്ചതും അവളുടെ നെഞ്ചിൽ കൂടി ഒരു മിന്നൽ പാഞ്ഞു പോകുന്നത് പോലെ തോന്നി. ആ സർ, ചായയൊക്കെ കുടിച്ചോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കുടിച്ചു സർ. എന്താ വിളിച്ചേ? അവൾ അശ്വിൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ചോദിച്ചു. ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇന്ന് നമുക്കിടയിൽ നടന്നതൊക്കെ എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. അപ്പോൾ എനിക്ക് തന്നെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി, തൻ്റെ ശബ്ദമൊന്ന് കേൾക്കണമെന്ന് തോന്നി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾക്ക് വയറ്റിൽ വെപ്രാളം പോലെ തോന്നി. അമ്മു, എന്താ ഒന്നും മിണ്ടാത്തേ? അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവൻ വീണ്ടും ചോദിച്ചു. അത് ഒന്നുമില്ല സർ. അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അമ്മു പ്ലീസ്, താൻ ഇനി മുതൽ എന്നെ സാറെന്ന് വിളിക്കണ്ട. ഇന്ന് വിളിച്ചതുപോലെ അഭിയേട്ടാന്ന് വിളിച്ചൂടെ? എനിക്കത് കേൾക്കാനാ ഇഷ്ടം. പ്ലീസ് അമ്മു, അവൻ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. പിന്നെ അവൾ അശ്വിനെ സോനയെ നോക്കി. അവർ രണ്ടും അവളെ നോക്കി നിൽക്കുകയായിരുന്നു. സർ, ഞാൻ പിന്നെ വിളിക്കാം, അവൾ പതിയെ പറഞ്ഞു. അടുത്ത ആളുണ്ടോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ മൂളി. എങ്കിലും ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. അതും പറഞ്ഞ് സിദ്ധു ഫോൺ വെച്ചിട്ട് തിരിഞ്ഞു നോക്കി. കൈകൾ മാറിൽ കെട്ടി അവനെ നോക്കി നിൽക്കുകയാണ് തരുൺ. മുഖത്ത് ദേഷ്യമാണ്. നീ എപ്പോൾ വന്നു? സിദ്ധു സംശയത്തോടെ ചോദിച്ചു. ഞാൻ വന്നിട്ട് 10-25 കൊല്ലമായി. ഓ, ഓൾഡ് ഊള കോമഡി വിട്ടുപിടിക്കും മോനെ തരണേ. സിദ്ധു ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. എന്താ സിദ്ധു നിന്റെ ഉദ്ദേശം? അവളുടെ മുൻപിൽ നല്ലവൻ ചമഞ്ഞ് അവളുടെ പ്രീതി പിടിച്ചു പറ്റാനാണോ? അവൻ ദേഷ്യത്തോടെ തന്നെ സിദ്ധുവിനെ നോക്കി. ഹാ, മോനെല്ലാം കറക്റ്റായിട്ട് അറിയാലോ. സിദ്ധു അവനെ കളിയാക്കി. സിദ്ധു, നീ ചുമ്മാ തമാശ കാണിക്കരുത്. സീരിയസ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിന്റെ ഈ ഊള തമാശ എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല, പറഞ്ഞേക്കാം. തരുൺ ദേഷ്യത്തോടെ പറഞ്ഞു. ഷെടാ, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? ഞാൻ എൻ്റെ അമ്മുവിനെ ഒന്ന് സ്നേഹിച്ചതിനാണോ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? സിദ്ധു ചിരിച്ചു. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് സിദ്ധു.
നിന്റെ ഈ കൊലച്ചിരി ഒന്ന് നിർത്ത്. ഒരു പെണ്ണിനെ സ്നേഹം നടിച്ചു പറ്റിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. വിശ്വാസവഞ്ചനയാണ് നീ ഈ കാണിക്കുന്നത്. അവള് കേസ് കൊടുത്താൽ നീ അകത്താ, തരുൺ ദേഷ്യത്തോടെ പറഞ്ഞു. ഓ, സ്നേഹം നടിച്ച് പറ്റിക്കുന്നത് തെറ്റല്ല. പുറകെ നടത്തിച്ച് ആവശ്യം കഴിഞ്ഞിട്ട് വലിച്ചെറിയാം, അതിന് കുഴപ്പമില്ല അല്ലേ? അല്ലടാ, സത്യം പറഞ്ഞാ എൻ്റെ വാവ ആക്സിഡൻറ്റിൽ തന്നെ മരിച്ചതാണോന്ന് എനിക്ക് സംശയമുണ്ട്. അതും കൊന്നതായിരിക്കും, അവൾ ഒന്നും തുറന്നു പറയാതിരിക്കാൻ. എനിക്ക് വേണമെങ്കിൽ അന്നേ കേസ് കൊടുക്കായിരുന്നു. പക്ഷേ ഞാനത് ചെയ്യാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ? ഈ സിദ്ധുവിന് അന്ന് പണവും പ്രതാപവും ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ വാവ മരിച്ചിട്ടും അവളുടെ പേര് പുറത്തു വരാതിരിക്കാനാ ഞാൻ കേസ് വേണ്ടെന്ന് പറഞ്ഞത്. അമ്മയെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ ആൻറ്റിയാ ആ ഹോസ്പിറ്റലിൽ വിളിച്ച് പോലീസിനെ അറിയിക്കരുതെന്ന് അവരോട് പറഞ്ഞത്. ആയിരുന്നുവെങ്കിൽ നാടും നാട്ടുകാരും ഒക്കെ അറിഞ്ഞ് എൻ്റെ മോളെ വെറുതെ വിടില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഈ സിദ്ധുവിന് ഈ പറഞ്ഞതൊക്കെയുണ്ട്. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇതിൻ്റെ പുറകെ കേസിന് പോകാത്തതെന്ന് നിനക്കറിയോ? കാരണം അതിൻ്റെ ശിക്ഷ എനിക്ക് തന്നെ കൊടുക്കണം. ഈ സിദ്ധുവിലൂടെ അവർ അറിയണം അതിൻ്റെ പ്രതിഫലം, അവൻ വാശിയോടെ പറഞ്ഞു. അതിന് ഇതാണോ നീ കൊടുക്കുന്ന പ്രതിഫലം? കല്യാണം കഴിക്കുക എന്നുള്ളതാണോ? എന്നിട്ട് വിവാഹം കഴിച്ചിട്ട് പിന്നെന്താ നിന്റെ തീരുമാനം? എന്തായാലും ആത്മീയ എനിക്കുള്ളതാ, അവളെ ഞാൻ സ്വന്തമാക്കുകയും ചെയ്യും. പിന്നീട് എന്തെന്നുള്ളത് അത് അപ്പോൾ ആലോചിക്കാം. സിദ്ധു, നിന്റെ ഈ പോക്കിങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഇത് അവളോട് പറയും. നോക്കിക്കോ, നീ സ്നേഹം കാണിച്ച് അവളെ ചതിക്കുകയാണെന്ന് ഞാൻ തന്നെ അവളെ അറിയിക്കും. ചെല്ലടാ, ചെന്ന് അറിയിക്ക്, അവൻ തരുണിനെ പിടിച്ച് തള്ളിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലല്ലോ, നിനക്ക് പെങ്ങളുമില്ല. അപ്പോൾ പിന്നെ എൻ്റെ വേദന നിനക്കെങ്ങനെയാ മനസ്സിലാകുന്നത്? മനസ്സിലാവില്ല ഒരിക്കലും. നിനക്കൊന്നും ഈ സിദ്ധുവിൻ്റെ മനസ്സിലാവില്ല. പോടാ, പോയി നീ പറഞ്ഞേക്ക്. സിദ്ധു, തരുൺ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. നിനക്ക് മനസ്സിലാവില്ല. അമ്മയെ അച്ഛനെ നഷ്ടപ്പെട്ടവനാടാ ഞാൻ, എൻ്റെ പെങ്ങളെ നഷ്ടപ്പെട്ടവനാ ഞാൻ. ആ വേർപാട് അത് നിനക്ക് മനസ്സിലാവില്ല. കാരണം നിനക്ക് ചുറ്റും എല്ലാവരും ഉണ്ട്. മമ്മി, പപ്പ, ചേട്ടൻ, ചേട്ടത്തി, അങ്ങനെ അങ്ങനെ എല്ലാവരും നിനക്കുണ്ട്. എനിക്കാരുണ്ട്? മുത്തശ്ശി, ഒരു മുത്തശ്ശി മാത്രം. പ്രായമായിരിക്കുന്ന അവരും കൂടി പെട്ടെന്നൊരു ദിവസം ഇല്ലാതായാൽ പിന്നെ എനിക്ക് ആരുണ്ട്? അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിനക്ക് ഞാനില്ലേടാ, തരുൺ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും സിദ്ധു അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. എനിക്ക് ആരുമില്ലടാ, ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേടാ. സിദ്ധു, അങ്ങനെയൊന്നും ചിന്തിക്കാതെ. എൻ്റെ പപ്പയും മമ്മിയും നിന്നെ സ്വന്തം പോലെയല്ലടാ നോക്കുന്നത്. എന്താടാ, എനിക്കുള്ളതെല്ലാം നിനക്കും കൂടിയുള്ളതല്ലേ? കരയാതെ. എടാ, എനിക്കറിയില്ലടാ, അവളോട് എനിക്ക് വെറുപ്പാ, എനിക്ക് വാശിയാണ് അവളുടെ വീട്ടുകാരോട്. പക്ഷേ 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 തരുൺ സംശയത്തോട് ചോദിച്ചു. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവളെ. ശരിക്കും നിന്നോടൊരു കാര്യം ഞാൻ പറയട്ടെ, ഞാനവളെ ഒരിക്കലും വേദനിപ്പിക്കില്ല തരണേ. എനിക്കവളെ ഇഷ്ടമാണ്. ഞാനവളെ ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ല. അത് മാരേജിന് മുൻപും അത് കഴിഞ്ഞും. സിദ്ധു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തരുൺ അവനോട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. എന്തിനാമോ സാറ് വിളിച്ചത്? അവൾ ഫോൺ വെച്ചതും അശ്വിൻ സംശയത്തോട് ചോദിച്ചു. അത് ഞാൻ വീടെത്തിയോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചയാ, അമ്മ പെട്ടെന്ന് പറഞ്ഞു. സാറിന് നല്ല ഉത്തരവാദിത്തം അല്ലേ? അശ്വിൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, സിദ്ധു സാറ് പാവുക. എൻ്റെ സാറുണ്ടല്ലോ, അങ്ങേര് ഭയങ്കര സാധന. എന്നെ കൊണ്ട് അങ്ങേര് പണിയെടുപ്പിക്കില്ല ചേട്ടായി. കാലർ തരുമ്പോൾ പണിയെടുക്കണം, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ന് കരുതി ഒരു മിനിറ്റ് പോലും വെറുതെ ഇരുത്താതെ ഇങ്ങനെ പണിയെടുപ്പിക്കണോ? അവൾ മുഖം വീർപ്പിച്ചു. അതാ സാറിന് നിന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും, അതാ നിന്നെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത്, അശ്വിൻ ചിരിയോടെ പറഞ്ഞു. അപ്പോഴാണ് അവൾ തരുൺ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തത്. അവളുടെ ക്യൂട്ട്നെസ് കാണാനാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൻ പറഞ്ഞത് ഓർത്തപ്പോൾ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അമ്മു, ഡീ, നീ എന്താ മിണ്ടാതിരിക്കുന്നത്? നിന്റെ സാറും ഇങ്ങനെ തന്നെയാണോ? അശ്വിൻ ചിരിച്ചുകൊണ്ട് എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന അവളെ നോക്കി ചോദിച്ചു. എന്താ ചേട്ടായി, നീ ഇത് ഏത് ലോകത്താ പെണ്ണേ? സോന അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് ചോദിച്ചു. അത് ഞാൻ എന്തോ ആലോചിച്ച് നിന്നുപോയി. നിന്റെ സാറ് പാവമാണോ എന്നാ ചേട്ടായി ചോദിക്കുന്നത്? സോന കുസൃതി ചിരിയോട് ചോദിച്ചതും അമ്മു അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അത് കുഴപ്പമില്ല ചേട്ടായി, എല്ലാം പറഞ്ഞൊക്കെ തരും, ഭയങ്കര സപ്പോർട്ടാണ്. തൽക്കാലം നിങ്ങളൊരു 2 വർഷം അവിടെ പിടിച്ചു നിൽക്ക്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പറ്റുന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വേറെ ജോബ് നോക്കാം. പിന്നെ അവിടെ വർക്ക് ചെയ്തതുകൊണ്ട് എന്തായാലും അത് നിങ്ങൾക്കൊരു ക്രെഡിറ്റ് ആണ്. ചിലപ്പോൾ ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ നിങ്ങളെ മറ്റൊരിടത്ത് ജോബിന് കയറ്റും. അത്ര നല്ല കമ്പനിയാ. ഈ സിദ്ധുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ വായിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ 1-2 വർഷം കൊണ്ട് കെട്ടിയെടുത്തതാ ഈ കമ്പനി. ആരോടൊക്കെയോ പേഴ്സണൽ റിവെഞ്ച് ഉണ്ട് അയാൾക്ക്, അതിൻ്റെ വാശിക്ക് അങ്ങനെ ചെയ്തതെന്നാ അയാൾ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. മാത്രമല്ല ആ കമ്പനി അയാളുടെ അച്ഛൻ തുടങ്ങി വെച്ചതാ. പക്ഷെ പുള്ളി അറ്റാക്കായിട്ട് മരിക്കുകയായിരുന്നു. അച്ഛൻ്റെ വേർപാട് അമ്മയ്ക്ക് താങ്ങാൻ പറ്റിയില്ല. അങ്ങനെ അമ്മ മെൻ്റലി ഡിസോർഡറായി. പുള്ളിക്കാരനൊരു പെങ്ങളുണ്ടായിരുന്നു. കുട്ടി ഞങ്ങളുടെ കോളേജിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചയാ. ബട്ട് ആ കുട്ടി പിന്നെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് അറിഞ്ഞത്. വേറെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ കുട്ടിയെ ചുറ്റിപ്പറ്റി.
ആ കുട്ടിയുടെ മരണവാർത്ത കൂടിയായപ്പോൾ സിദ്ധുവിൻ്റെ അമ്മയും അശ്വിൻ പറയുന്നത് കേട്ടതും സിദ്ധു അവളോട് അവൻ്റെ പെങ്ങളെപ്പറ്റി പറഞ്ഞതൊക്കെ ഓർമ്മ വന്നു അമ്മുവിന്. പക്ഷെ അച്ഛനും അമ്മയും ഇല്ലെന്ന് അവൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നിട്ട് ഇതൊന്നും ചേട്ടായി ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ? സോന സംശയത്തോട് ചോദിച്ചു. അപ്പോൾ അഭി അല്ല, സിദ്ധു സാറിന് ആരുമില്ലേ? അതറിയില്ല, പക്ഷേ അയാളിപ്പോൾ അനാഥനാണ്. എൻ്റെ കയ്യിൽ എവിടെയോ ആ ബുക്കുണ്ട്, സിദ്ധു സാറിൻ്റെ ഇൻ്റർവ്യൂ വന്ന ആ ബുക്ക്. ചേട്ടായി എനിക്കതൊന്ന് എടുത്തു തരണേ, മറക്കല്ലേ, എനിക്കൊന്ന് വായിക്കാനാ, അമ്മ പെട്ടെന്ന് പറഞ്ഞു. എന്നാലും ചേട്ടായി ഞങ്ങളോടിതൊന്നും പറഞ്ഞില്ലല്ലോ. സോന വീണ്ടും വിഷമം പറഞ്ഞു. നിന്നെയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നീ വേണമെങ്കിൽ അങ്ങോട്ട് കയറി ഇതൊക്കെ ചോദിക്കും അവരോട്. നാവിന് ഒരു ലൈസൻസും ഇല്ലല്ലോ നിനക്ക്. ഇൻ്റർവ്യൂ സമയത്ത് ആ സാറിൻ്റെ ഹെയർ കളറിനെ പറ്റി ചോദിച്ചവളല്ലേ നീ? അശ്വിൻ പറയുന്നത് കേട്ടതും സോന സംശയത്തോടെ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളാണെങ്കിൽ നല്ലതുപോലെ ഇളിച്ചു കാണിച്ചു. നീ എല്ലാം വന്ന് വിളമ്പിയല്ലേ ദുഷ്ടേ. സോന മുഖം വീർപ്പിച്ചു. അത് പിന്നെ ചേട്ടായി ഇൻ്റർവ്യൂ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അമ്മു ഇളിച്ചു കാണിച്ചു. അശ്വിനാണെങ്കിൽ രണ്ടിൻ്റെയും നിൽപ്പ് കണ്ട് ചിരിച്ചു.